പ്രൈസ് ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യത്തിലേക്ക് കടപ്പാനുള്ള വഴി. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, സങ്കീർത്തനം 15 എന്നിവ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമക്കളെ, രക്ഷയുടെ കവാടം ഇടുങ്ങിയതാണെന്നും അതിലൂടെ പ്രവേശിക്കണമെങ്കിൽ ജീവിതത്തിൽ അത്യാവശ്യമായി പരിവർത്തനം വരുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സുവിശേഷ വേദഭാഗം. വഴിയും വാതിലും സുവിശേഷങ്ങളിൽ കൂടെ പ്രതിപാദിക്കുന്ന വിഷയമാണ്. നമുക്കറിയാവുന്നതുപോലെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ അതിന് സഹായിക്കുന്ന യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കണം. ആമീൻ, ഹല്ലേലൂയ. വഴിതെറ്റിപ്പോയാൽ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്തിച്ചേരുവാൻ സാധ്യമല്ല. സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്ന വഴിതെറ്റിയ ആടും വഴിപിഴച്ച ധൂർത്തുപുത്രനും ലക്ഷ്യസ്ഥാനത്ത് നിന്നാണ് അകന്നു പോയത്. ഇന്ന് ഏത് വഴിയിലൂടെ സഞ്ചരിച്ചും ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ തത്രപ്പെടുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ ഉറപ്പിച്ചു പറയുന്നു, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആമേൻ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, വഴിയിൽ ചെന്ന് അവസാനിക്കുന്നത് വാതിലിൻ്റെ മുമ്പിലാണ്. വാ ഇതിലെ എന്നാണ് വാതിലിൻ്റെ പ്രായോഗിക വ്യാഖ്യാനം. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കണം. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. അനീതി പ്രവർത്തിക്കുന്ന പലരും പല വാദമുഖങ്ങളുമായി സ്വർഗരാജ്യത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിലെത്തും. എന്നാൽ അവർക്കാർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും സ്വർഗരാജ്യത്തിൽ എത്താതിരിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതും കൂടുതൽ സങ്കടകരമായ കാഴ്ചയായി തീരും. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ് 15-ാമത്തെ സങ്കീർത്തനം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിഷ്കളങ്കമായി ജീവിക്കുക, നീതി പ്രവർത്തിക്കുക, ഹൃദയം തുറന്ന് സത്യം പറയുക, ദൈവഭക്തനോട് ആദരവ് പ്രകടിപ്പിക്കുക, നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുക, ഇവയാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്യായ പലിശ ഈടാക്കാതിരിക്കുക, നിർദോഷികളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങാതിരിക്കുക, സഹോദരനോട് തിന്മ പ്രവർത്തിക്കാതിരിക്കുക, അയൽക്കാരെക്കുറിച്ച് അപവാദം പറയാതിരിക്കുക, ഇവയൊക്കെയാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ. ഇതുവഴി മാത്രമേ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ പരിവർത്തനങ്ങൾ ജീവിതത്തിൽ നമുക്ക് വരുത്താൻ, ആമേൻ, അതിനായുള്ള ദൈവ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും ഒരു വിശുദ്ധ പകൽക്കാലം, ഒരു യാമം നമുക്കായി തന്നു. ഈ പ്രസംഗ വിഷയം സ്വർഗത്തിലേക്ക് കടപ്പാനുള്ള വഴി എന്ന ചിന്താവിഷയം ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗ വിഷയം ഇവിടെ നിർത്തുകയാണ്. ആമേൻ.